ആലന്ദ് മണ്ഡലത്തിലെ വോട്ടുകൊള്ള ആരോപണത്തിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി BJP ആയുധമാക്കും. നീക്കം ചെയ്ത് 24 വോട്ടുകൾ മാത്രമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ ഇന്ന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ പറയുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് അപ്ഡേഷന് വേണ്ടി. ബൽറാം, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം കൊള്ളയിടത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാമോ? മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തള്ളുകയും ചെയ്തു. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് അല്ല എന്ന് പറഞ്ഞാണ് പ്രഖ്യാപിച്ചതെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ഒരു ബോംബിന്റെ സ്വഭാവമുള്ളതായിരുന്നു. അത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നതിന് ഉപരിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ലക്ഷ്യം വെച്ച അദ്ദേഹത്തിന്റെ ചിത്രവും പേരും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. രണ്ട് കാര്യങ്ങളായിരുന്നു രാഹുൽ ഉന്നയിച്ചിരുന്നത്. ഈ ആലന്ദ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ 6018 എണ്ണം നീക്കം ചെയ്തു എന്നും ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെയാണ് ഇത് നീക്കം ചെയ്തത്. ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെട്ടത് പരാതി ഉയർന്നപ്പോൾ അത് നീക്കം ചെയ്ത ആളുകൾക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സംരക്ഷണം നൽകിയെന്നും 18 മാസങ്ങൾക്കിടെ 18 തവണ ഈ കർണാടകയിലെ CID വിവരങ്ങൾ തേടി കത്തയച്ചിട്ടും അതിന് സഹകരണം ഉണ്ടായില്ല എന്നുമായിരുന്നു ആരോപണം. എന്നാൽ വിഷയത്തിൽ പ്രതികരണവുമായി വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കർണാടക തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ഈ വിശദീകരണത്തിൽ രാഹുലിന്റെ ആരോപണങ്ങൾ രണ്ടും നിഷേധിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് 6018 വോട്ടുകൾ ആ മണ്ഡലത്തിൽ നീക്കം ചെയ്തിട്ടില്ല. ഡിസംബറിൽ 6018 വോട്ടുകൾ നീക്കം ചെയ്യാൻ അപേക്ഷ ലഭിച്ചിരുന്നു. എന്നാൽ അതിൽ ചില അസ്വാഭാവികത കണ്ടെത്തുകയും തുടർന്ന് പരിശോധിച്ചതിൽ 24 അപേക്ഷകൾ അല്ലെങ്കിൽ 24 വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തത്. മറ്റ് അപേക്ഷകളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഈ വിഷയത്തിൽ ആലന്ദ് പോലീസ് സ്റ്റേഷനിൽ CIക്ക് മുമ്പാകെ പരാതി നൽകിയെന്ന് FIRന്റെ നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. കൂടാതെ ഈ സെപ്റ്റംബർ 21 2023 ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇവർ ലോഗിൻ ചെയ്ത മേൽവിലാസം, കൂടാതെ IP വിലാസം, കൂടാതെ ലോഗിൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ, പേര് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള മുഴുവൻ വിവരങ്ങളും കൽബുർഗി SP-ക്ക് മുമ്പാകെ ഹാജരാക്കി എന്നും പിന്നീട് ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അന്വേഷണവുമായും പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. അന്വേഷണ പുരോഗതി അറിയുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചിരുന്നു എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളപ്പെട്ടിരിക്കുന്നു തെളിവുകളോടെ. ഇതെന്തായാലും കോൺഗ്രസിനെതിരെ ആയുധമാക്കാനുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്ന ഉറപ്പാണ്. രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തന്നെ BJP ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നെങ്കിലും ഇത്രത്തോളം കണക്കുകൾ നിരത്തി കാര്യങ്ങൾ നിരത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.